നമസ്കാരം. ഞാൻ ഡോക്ടർ ആരതി പ്രഭ. വളരെ കോമണായി കാണപ്പെടുന്ന ഒരു രോഗത്തെപ്പറ്റി ഇന്ന് പറയാം. പ്രായഭേദമന്യേ ഒരേപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖമാണ് വായ്പുണ്ണ് അഥവാ ആഫ്തസ് അൾസർ. കോമണായി ഇതിനെ മൗത്ത് അൾസർ എന്നും വാപൊട്ടൽ എന്നും പറഞ്ഞ് കേൾക്കാറുണ്ട്. ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോകാതെ സ്വയം ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നതും ശ്രമിക്കുന്നതുമായ ഒരു രോഗമാണ് ഇത്. ഒരുപാട് കാരണങ്ങൾ കൊണ്ടിത് വരുമെങ്കിലും കൃത്യമായ ഒരു കാരണം പോയിന്റ് ഔട്ട് ചെയ്യാൻ സാധ്യമല്ല. വായിലുണ്ടാകുന്ന മുറിവുകൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോഴാണ് നമ്മൾ അൾസർ എന്ന് പറയുന്നത്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും ഉമിനീരിറക്കുവാൻ പോലും അസഹ്യമായ വേദന അനുഭവപ്പെടുന്നു. സാധാരണഗതിയിൽ മൗത്ത് അൾസേഴ്സ് വന്നാൽ 3 തൊട്ട് 7 ദിവസം കൊണ്ട് തനിയെ ഹീലായി പോകാറാണ് പതിവ്. പിന്നെ നമ്മുടെ ജീവിതശൈലി കാരണം, പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ് കാരണം ഹീലാകാതെ കുറേ നാൾ നീണ്ടു നിൽക്കുന്നതായും കാണപ്പെടുന്നു. ഒന്നിനു പുറകെ 3ഉം 4ഉം അൾസേഴ്സ് കൂട്ടമായി വരികയോ അല്ലെങ്കിൽ ഒരുപാടെണ്ണം ചേർന്നൊരു വലിയ അൾസറായി മാറുന്നതും കാണപ്പെടുന്നു. വായ്പുണ്ണിൻ്റെ ചികിത്സ പ്രധാനമായും കാരണങ്ങൾ നോക്കിയിട്ടാണ്. കാരണങ്ങൾ പറയുകയാണെങ്കിൽ ഏതെങ്കിലും പദാർത്ഥം കൊണ്ട് മുറിഞ്ഞ അൾസർ ഉണ്ടാകാം, B12 ഡെഫിഷ്യൻസി കാരണമാകാം. എപ്പോഴും വൈറ്റമിൻ ബി കോംപ്ലക്സിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കില്ല വായ്പുണ്ണുണ്ടാവുന്നത്. ടെൻഷൻ ഒരുപാടുണ്ടെങ്കിൽ അതും കാരണമാകുന്നു. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒരു കാരണമാണ്. അലർജി കാരണം വായ്പുണ്ണുണ്ടാകാനുള്ള ചാൻസസ് വളരെ അധികമാണ്. കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൻ്റെയോ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയോ കാരണമുണ്ടാകും. ഇൻറ്റസ്റ്റൈൻ റിലേറ്റഡ് രോഗങ്ങൾ, അതായത് വൻകുടൽ ചെറുകുടൽ സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് സ്റ്റൊമക്ക് അൾസേഴ്സ്, ഡ്യുയോഡെനൽ അൾസേഴ്സ് എന്നിങ്ങനെ ഉണ്ടാവുന്നതിനൊപ്പം തന്നെ മൗത്ത് അൾസേഴ്സും വരാം. അസിഡിറ്റി ഒരു കാരണമാകുന്നു. ആസിഡിക് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ആമാശയത്തിൽ സെൻസിറ്റീവ് ആയാലും വായ്പുണ്ണ് വരാം. മൗത്ത് അൾസർ അഥവാ വായ്പുണ്ണ് ഭേദമാക്കുവാൻ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് അടുത്തതായി പറയാവുന്നത്. 1. നെല്ലിക്ക നീരിൽ തേൻ ചേർത്ത് വായിൽ കൊള്ളുക. 2. ജാതിക്ക പൊടിച്ച് തേനിൽ ചാലിച്ച് വായ്പുണ്ണുള്ള ഭാഗങ്ങളിൽ പുരട്ടുക. കൊത്തമല്ലി കഷായം വെച്ച് കുടിക്കുകയും കവിൾ കൊള്ളുകയും ചെയ്യുന്നത് നല്ലതാണ്. കശുമാവിൻ്റെ തൊലി നന്നായിട്ടരച്ച് പുളിമോരിൽ ചേർത്ത് കവിൾ കൊള്ളുന്നത് വായ്പുണ്ണകറ്റാൻ സഹായിക്കുന്നു. പുതിനയുടെ ഇല നല്ലവണ്ണം അരച്ച് മോരുമായി കലർത്തി കഴിക്കുകയാണെങ്കിൽ വായ്പുണ്ണ് ശമിക്കും. അതുപോലെ കുരുമുളക് വേപ്പിലയുമായി ചേർത്തരച്ച് പുളിയുള്ള മോരിൽ കലർത്തി ദിവസേന രാവിലെയും വൈകിട്ടും കഴിക്കുകയാണെങ്കിൽ വായ്പുണ്ണ് മാറിക്കിട്ടും. ജാതിക്ക പൊടിച്ച് തേനിൽ കുഴച്ച് വായ്പുണ്ണ് ബാധിച്ച ഭാഗത്ത് പുരട്ടുക. കൊത്തമല്ലി കഷായം വെച്ച് കുടിക്കുകയും കവിൾ കൊള്ളുകയും ചെയ്യുന്നത് ഉത്തമമാണ്. ഇരട്ടി മധുരം പൊടിച്ച് പാലിൽ കലക്കി കവിൾ കൊണ്ടാൽ വായ്പുണ്ണ് ശമിക്കും. ഗ്രാമ്പു ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളം വായിൽ കൊള്ളുകയാണെങ്കിൽ വായ്പുണ്ണിന് ശമനമുണ്ടാകും. ത്രിഫല ചേർത്ത് തിളപ്പിച്ച വെള്ളം കവിൾ കൊള്ളുകയും ഉള്ളിൽ കഴിക്കുകയും ചെയ്താൽ വായ്പുണ്ണ് ശമിക്കും. പിച്ചകത്തിൻ്റെ ഇല, എള്ള് എന്നിവ പാലിൽ അരച്ച് ഇരട്ടി മധുരമായി കുഴച്ച് ചേർത്ത് കവിൾ കൊണ്ടാൽ വായ്പുണ്ണ് ശമിക്കുന്നു. കടുകും ഇന്ദുപ്പും ചേർത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം കവിൾ കൊണ്ടാൽ വായ്പുണ്ണിന് ശമനം കിട്ടും. വേപ്പില നല്ലവണ്ണം അരച്ച് കുഴമ്പാക്കി പാലിൽ ചേർത്ത് ദിവസവും കഴിക്കുകയാണെങ്കിൽ വായ്പുണ്ണിന് നല്ല ശമനം ലഭിക്കും. കുടങ്ങൽ പാലിൽ വേവിച്ച് അതേ അളവിൽ ഉണക്കലരിയും ചേർത്തരച്ച് കുറച്ച് കരിപ്പട്ടിയും ചേർത്ത് അപ്പം ചുട്ട് കഴിച്ചാൽ വായ്പുണ്ണ് ശമിക്കും. കയ്പൻ കോവലത്തിൻ്റെ കായും ഇലയും ഇടിച്ചു പിഴിഞ്ഞെടുത്ത നീര് കുടിക്കുകയാണെങ്കിൽ വായ്പുണ്ണ് ശമിക്കും. അല്ലെങ്കിൽ കവിൾ കൊണ്ടാലും മതിയാകും. പിച്ചിയുടെ ഇലകൾ ചവച്ച് നീര് വായിൽ കൊള്ളുന്നതും വളരെ ഉത്തമമാണ്. ഇങ്ങനെ ദിവസേന 4 പ്രാവശ്യം തുടർന്ന് ചെയ്താൽ നല്ല ഫലം പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നതാണ്. കസ്തൂരി വെണ്ടയുടെ വിത്തെടുത്ത് പൊടിച്ച് തേനിലോ പച്ചവെള്ളത്തിലോ ചേർത്ത് ദിവസേന 2 നേരം കഴിക്കുന്നത് വായ്പുണ്ണിന് ഉത്തമമാണ്. കുന്നിയില കഷായം വെച്ച് കവിൾ കൊള്ളുക. കരുനൊച്ചി ഇല കഷായം വെച്ച് ചെറു ചൂടോടെ പലവട്ടമായി കവിൾ കൊള്ളുക. ഈ 20 കാര്യങ്ങളിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അതുപയോഗിച്ച് പെട്ടെന്ന് തന്നെ വായ്പുണ്ണ് മാറ്റാവുന്നതാണ്. എന്നിരുന്നാലും റെക്കറൻ്റായി ഉണ്ടാവുകയോ
റേഡിയേറ്റിംഗ് വേദന തോന്നിക്കുകയോ വിട്ടുമാറാതെ ആഴ്ചകളോളം നീണ്ടു നിൽക്കുകയോ ചെയ്യുവാണെങ്കിൽ തീർച്ചയായും വൈദ്യസഹായം തേടേണ്ടതാണ്.